ഒട്ടുമിക്ക വീടുകളിലുമുള്ള ജാതിക്ക അതിൻ്റെ അകത്തെ കുരുവും പത്രയും വാണിജ്യ ആവശ്യത്തിനെടുത്തതിന് ശേഷം നമ്മൾ സാധാരണ കളയുകയാണ് ചെയ്യുന്നത്. എന്നാൽ ഈ ജാതിക്കയുടെ തൊണ്ടുകൊണ്ട് നമുക്ക് അച്ചാറിടാം, വൈനുണ്ടാക്കാം, ചമ്മന്തി അരയ്ക്കാം. ഞങ്ങളുടെ വീട്ടിലെ ഈ ജാതിക്ക് ഒരു 50 വർഷത്തെ പഴക്കമുണ്ട്. ജാതിക്ക ദഹനത്തിന് വളരെ നല്ലതാണ്. ഉറക്കത്തിനും സന്ധിവേദനയ്ക്കും പല്ലുവേദനയ്ക്കും മറ്റും പണ്ടുള്ളവർ ഈ ജാതിക്ക ഉപയോഗിച്ചിരുന്നു. ജാതിക്ക കുരുവിൻ്റെ കറുത്ത ഭാഗം നീക്കി അതിനകത്തുള്ള നട്ടെടുത്ത് അരച്ച് തേനിൽ ചേർത്ത് കഴിച്ചാൽ വയറിളക്കത്തിന് നല്ലൊരു പ്രതിവിധിയാണ്. ജാതി മധുരവും ജാതിക്കായും അതിൻ്റെ കുരുവും പത്രിയും ഒക്കെ കണ്ടിട്ടില്ലാത്തവർ കാണാൻ വേണ്ടി ഞാനൊന്ന് ഇട്ടെന്നേ ഉള്ളൂ കേട്ടോ. ഇന്ന് നമുക്ക് ജാതിക്ക കൊണ്ട് ഒരച്ചാർ തയ്യാറാക്കിയാലോ? അതിനായി ഞാനൊരു 10-25 ജാതിക്ക തൊണ്ട് എടുത്തിട്ടുണ്ട്. അച്ചാർ ഇടാനായി ജാതിക്ക ഒന്ന് അരിഞ്ഞു വെക്കാം. കറവല് പോലെ എന്തെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ അത് നീക്കം ചെയ്യുക. ഇതിൻ്റെ അകത്തെ പാട് പോലെയുള്ള ഇത് നീക്കം ചെയ്യണം. ചിലർ ഇതിൻ്റെ മുകൾ ഭാഗത്തെ തൊലി കളയാറുണ്ട്, എന്നാൽ ഞാൻ ചെത്തുന്നില്ല. തൊണ്ട് ചെത്തിയാണെങ്കിൽ കൂടുതൽ സോഫ്റ്റായിരിക്കും. തൊണ്ടുള്ളതാണ് കൂടുതൽ നല്ലതെന്ന് പറയുന്നു. വൃത്തിയാക്കി കുറച്ചു നേരം വെക്കുമ്പോൾ ഇതിനൊരു കളർ മാറ്റം വരുന്നുണ്ട്. അത് സാരമില്ല. എല്ലാം ഒന്ന് നന്നായി കഴുകി വാരി വയ്ക്കാം. നമുക്ക് അച്ചാറിടാനായി ജാതിക്ക അരിഞ്ഞു വയ്ക്കാം. പലതരത്തിൽ വേണമെങ്കിൽ അരിയാം കേട്ടോ. നമ്മൾ കടുമാങ്ങ അച്ചാറിടാൻ അരിയുന്ന പോലെയോ ഇങ്ങനെ കുറച്ച് നീളത്തിലോ ഒക്കെ അരിയാം. ഞാനിവിടെ കട്ടി കുറഞ്ഞാണ് അരിയുന്നത്. എല്ലാം ഈ രീതിയിലാണ് ഞാൻ അരിഞ്ഞത്. ഇനി ഉപ്പ് തിരുമുന്നതിനായി വേറൊരു പാത്രത്തിലേക്ക് നമുക്കിത് മാറ്റാം. ഉപ്പ് തിരുമ്മി വെയിലത്ത് ഒരു അരമണിക്കൂർ വെച്ചാൽ നല്ലതാണ്. ഇന്ന് എനിക്ക് ഒരു 10 മിനിറ്റ് വെയിലേ കിട്ടിയുള്ളൂ. ഞാനത് കൊള്ളാൻ വെച്ചിരിക്കുകയാണ്. ഇനി നമുക്ക് ഒരു ചീനിച്ചട്ടി അടുപ്പിൽ വയ്ക്കാം. ചീനിച്ചട്ടി ചൂടായി കഴിയുമ്പോൾ നല്ലെണ്ണ 2 ടേബിൾ സ്പൂൺ ഒഴിക്കുക. എണ്ണ ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ജാതിക്ക ഇട്ട് ചെറുതായി ഒന്ന് വറുത്ത് കോരാം. ഇങ്ങനെ വറക്കണമെന്ന് നിർബന്ധമില്ല, പക്ഷെ ഞാനൊന്ന് ചെറുതായി വറുത്ത് കോരുന്നുണ്ട്. വറുക്കാതെ നമ്മൾ കടുക് പൊട്ടിക്കുന്ന ആ സമയത്ത് വേണമെങ്കിലും ഇട്ടൊന്ന് വഴറ്റിയാൽ മതി. ഈ പരുവമാകുമ്പോൾ എണ്ണയിൽ നിന്ന് ജാതിക്ക കോരി മാറ്റാം. ഞാൻ ഇതിലേക്ക് തന്നെ എള്ളെണ്ണ 1 ടേബിൾ സ്പൂൺ കൂടെ ഒഴിക്കുകയാണ്. എണ്ണ ചൂടാകുമ്പോൾ 1 ടീസ്പൂൺ കടുക്, 1/2 ടീസ്പൂൺ ഉലുവയും ഇട്ട് പൊട്ടുമ്പോൾ 1 തണ്ട് കറിവേപ്പിലയും കൂടി ഇടുക. എല്ലാം കൂടെ ജസ്റ്റ് ഒന്ന് ഇളക്കുക. ഇതിൽ ചേർക്കാനായി ഞാൻ കാന്താരി മുളകും ഇഞ്ചിയും വെളുത്തുള്ളിയും എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് ഒരു വലിയ കഷ്ണം ഇഞ്ചി ചെറുതായി അരിഞ്ഞത് ചേർക്കുക. നാൾ സൂക്ഷിക്കണമെന്നുണ്ടെങ്കിൽ ഇഞ്ചി ചേർക്കാതിരിക്കുന്നതാണ് നല്ലത്. ഞാനിവിടെ ചേർത്തിട്ടുണ്ട്. മുപ്പത് വെളുത്തുള്ളി തൊലി കളഞ്ഞത് ചേർക്കുക. ആവശ്യത്തിന് കാന്താരിമുളകും കൂടെ ചേർത്ത് നന്നായി ഇളക്കി യോജിപ്പിക്കുക. ഇതിലേക്ക് 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/4 ടീസ്പൂൺ ഉപ്പും ചേർത്ത് ഇളക്കുക. കാന്താരിമുളക് ഇല്ലെങ്കിൽ അതിനു പകരം പച്ചമുളക് ചേർക്കാം കേട്ടോ.
ഇനി ഇതിലേക്ക് 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടി ചേർക്കാം. എല്ലാം കൂടി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി ഇതിലേക്ക് ഉലുവ വറുത്ത് പൊടിച്ചത് 1 ടീസ്പൂൺ ഇടാം. കായപ്പൊടി 1 ടീസ്പൂൺ ചേർക്കാം. എല്ലാം നന്നായി ഒന്ന് ഇളക്കി യോജിപ്പിക്കുക. ഇനി നമ്മൾ നേരത്തെ വറുത്ത് വെച്ചിരുന്ന ജാതിക്ക ഇതിലേക്ക് ഇടാം. എല്ലാം നന്നായി ഇളക്കി യോജിപ്പിക്കുക. അച്ചാറിന് ഉപ്പ് സ്വല്പം മുന്നോട്ട് നിൽക്കണം. ഇപ്പോൾ ഉപ്പ് നോക്കുക. ഞാനൊരു 1/2 ടീസ്പൂൺ ഉപ്പും കൂടെ ചേർത്തു. സിമ്മിലിട്ടാണ് ഞാനിത് ചെയ്യുന്നത്. ഇതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂൺ വിനാഗിരി ചേർക്കുക. വിനാഗിരി ഒന്ന് തിളയ്ക്കുമ്പോൾ നന്നായി മിക്സ് ചെയ്യുക. ഇപ്പോൾ തീ ഓഫാണ് കേട്ടോ. നമ്മുടെ രുചികരമായ ജാതിക്ക അച്ചാർ ബൗളിലേക്ക് മാറ്റാം. നന്നായി തണുത്തതിന് ശേഷം ഒരു നല്ല ഉണങ്ങിയ ഗ്ലാസ് ജാറിലേക്ക് നമ്മുടെ സ്വാദിഷ്ടമായ ജാതിക്ക അച്ചാർ മാറ്റാം. ഞാൻ ഈ അച്ചാർ ഫ്രിഡ്ജിലാണ് സൂക്ഷിക്കുന്നത്. അവരും ഈ ജാതിക്ക അച്ചാർ ഒന്നിട്ട് നോക്കി അഭിപ്രായം കമൻറ്റായി അറിയിക്കണേ. ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുകയും ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും ചെയ്യണേ. താങ്ക് യു.